ഇപ്പോൾ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാലും ടി വി വെച്ചാലും ഒക്കെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ വാർത്തകളിൽ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ, ഒപ്പം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രകളെക്കുറിച്ചുള്ള വലിയ ചർച്ചകളും. ജനങ്ങളിപ്പോൾ ലൈവായി ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നാടകത്തിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത പ്രഖ്യാപനം വരുന്നത്. ഈ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കാലയളവിൽ ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകൾക്കൊന്നും ടോൾ ഈടാക്കില്ല എന്ന് കേൾക്കുമ്പോൾ നല്ല കാര്യമാണെന്ന് തോന്നും. പക്ഷേ ഇതിനു പിന്നിൽ ട്രംപിന്റെയും അമേരിക്കയുടെയും വലിയൊരു ഗൂഢ അജണ്ടയുണ്ട്. ഒരുപക്ഷെ ഈ സമാധാന കരാർ പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ മധ്യേഷ്യൻ രാജ്യങ്ങളെ സംരക്ഷിച്ചതിന് പ്രതിഫലമായി അമേരിക്ക ഈ വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ അല്ലെങ്കിൽ ചുങ്കം പിരിക്കുമെന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. അതായത് എവിടെയോ കിടക്കുന്ന അമേരിക്ക അറബിക്കടലിൻ്റെയും പേർഷ്യൻ ഗൾഫിൻ്റെയും ഇടയിലുള്ള ഒരു പ്രകൃതിദത്ത കടലിടുക്കിൽ വന്ന് കപ്പം പിരിക്കുമെന്ന്. ഇപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അന്താരാഷ്ട്ര നാടകത്തിന് പിന്നിൽ വലിയൊരു സാമ്പത്തിക യുദ്ധമുണ്ട്. ഇവിടെ നമ്മുടെ ശരിക്കുള്ള നായകൻ എന്ന് പറയുന്നത് ഹോർമൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈ ഹോർമൂസ് കടലിടുക്ക് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. മാപ്പിൽ നോക്കിയാൽ പേർഷ്യൻ ഗൾഫിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ ഒരു കടൽപാതയാണിത്. ഇതിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിന് വെറും 39 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം ചെറുതല്ല. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിൻ്റെ ഏകദേശം 20%, അതായത് 1/5 കടന്നു പോകുന്നത് ഈ ഒരൊറ്റ ഇടുങ്ങിയ വഴിയിലൂടെയാണ്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ വമ്പൻ എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ ഒക്കെ വലിയ ഓയിൽ ടാങ്കറുകൾക്ക് ലോക വിപണിയിലേക്ക് എത്തണമെങ്കിൽ ഈ വഴി മാത്രമേ ഉള്ളൂ. വേറെ ബദൽ മാർഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ചോക്ക് പോയിന്റ് എന്ന് തന്നെ വിളിക്കാം. ഈ ചോക്ക് പോയിന്റിൽ ഒരു ചെറിയ തടസ്സമുണ്ടായാൽ പോലും ലോകമെമ്പാടുമുള്ള പെട്രോൾ പമ്പുകളിൽ അതിൻ്റെ വിലവ്യത്യാസം അറിയാൻ പറ്റും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് നേരിട്ട് തന്നെ ബാധിക്കും. ഈ ജിയോഗ്രഫിക്കൽ ലൊക്കേഷന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉള്ളത് ഇറാനാണ്. പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഈ കടലെടുക്ക് ഇറാന്റെ ചരിഞ്ഞു വരുന്ന മലനിരകൾക്ക് താഴെയാണ് കിടക്കുന്നത്. ചരിത്രത്തിൽ ഇന്ന് വരെ ഈ വഴി പോയ കപ്പലുകളിൽ നിന്ന് ആരും നികുതിയോ ടോളോ ഒന്നും പിരിച്ചിട്ടില്ല. കാരണം ഇത് പ്രകൃതിദത്തമായ ഒന്നാണ്. പക്ഷേ നമ്മൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 28 കണ്ടതാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ ശക്തമായ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അമേരിക്കൻ നാവികസേനയോടും വായുസേനയോടും നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാൻ ഇറാനാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. തങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ, അളമുട്ടിയപ്പോൾ ഇറാൻ അവരുടെ കൈവശമുള്ള ഏറ്റവും വലിയ തുറുപ്പുചീട്ട് പുറത്തെടുത്തു: ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കൽ. കരയിൽ നിന്നുള്ള ഇറാന്റെ ഷോർട്ട് റേഞ്ച് ഗൈഡഡ് മിസൈലുകൾക്കും ഗൺ ബോട്ടുകൾക്കും വളരെ എളുപ്പത്തിൽ ഈ വഴി പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കാൻ സാധിക്കും. യുദ്ധത്തിനിടയിൽ ഒരു അമേരിക്കൻ കപ്പലിന് ചുറ്റും ഇറാന്റെ 12 ഗൺബോട്ടുകൾ വളഞ്ഞ് വെടിയുതിർത്തത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഈ ഒരു മേധാവിത്വം ഇറാൻ കാണിച്ചതോടെ കളി മാറി. ആഗോള എണ്ണ വിപണി നിശ്ചലമാകുമെന്ന അവസ്ഥ വന്നപ്പോൾ അമേരിക്കയ്ക്ക് ഇറാന്റെ മുന്നിൽ ചർച്ചയ്ക്കായി ഇരിക്കേണ്ടി വന്നു. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം അത്രത്തോളമായിരുന്നു. ഇപ്പോൾ താൽക്കാലികമായി ഒരു 60 ദിവസത്തെ കരാറുണ്ട്. ദിവസവും 50ഉം 60ഉം കപ്പലുകൾ ഇപ്പോൾ പോകുന്നുമുണ്ട്. പക്ഷേ പേടി എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അടുത്തത് എന്ത് സംഭവിക്കും എന്നതാണ്. ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരാൻ ഭാവിയിൽ ഈ വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് നിശ്ചിത തുക ടോൾ ഈടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന. എന്നാൽ അമേരിക്ക ഇതിനെ ശക്തമായി എതിർക്കുന്നു. ഇറാൻ അങ്ങനെ ചെയ്താൽ ബലം പ്രയോഗിച്ച് ഹോർമൂസ് തങ്ങൾ പിടിച്ചെടുക്കുമെന്നും തങ്ങൾ അവിടെ നിന്ന് പണം പിരിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നുമാണ് ട്രംപിന്റെ ഭീഷണി. മറ്റൊരു പ്രധാന പ്രശ്നം നമ്മളിപ്പോൾ ലൈവായി കാണുന്നത്, യുദ്ധസമയത്ത് ഇറാൻ ഈ കടലിൽ വിതറിയിരുന്ന മൈനുകളാണ്. കടലിന്റെ അടിത്തട്ടിലും മുകളിൽ പൊങ്ങിക്കിടക്കുന്നതുമായ മാഗ്നറ്റിക് മൈനുകൾ വലിയ ഭീഷണിയാണ്. ഇവ മാറ്റിയെടുക്കാൻ ഫ്രഞ്ച്, ജർമ്മൻ വിദഗ്ധർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ കൃത്യമായ സഹകരണവും നാവിഗേഷൻ ഗൈഡൻസും ഇല്ലാതെ കപ്പലുകൾക്കിപ്പോൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ പറ്റില്ല. അതായത് താൽക്കാലികമായി യുദ്ധം നിർത്തിയെങ്കിലും ഹോർമൂസിന്റെ ചാവി ഇപ്പോഴും ഇറാന്റെ കയ്യിൽ തന്നെയാണ്. ഇനി ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ട്വിസ്റ്റിലേക്ക് വരാം. അമേരിക്ക എന്തിനാണ് പശ്ചിമേഷ്യയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്?
ട്രംപിൻ്റെ ഇപ്പോഴത്തെ പുതിയ നയം എന്താണ്? ട്രിൽ ബേബി ട്രിൽ. അതായത് അമേരിക്കയിലുള്ള സ്വന്തം എണ്ണപ്പാടങ്ങളിൽ നിന്ന് പരമാവധി എണ്ണ ഖനനം ചെയ്തെടുക്കുക എന്നതാണ്. പണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ വില കുറഞ്ഞ എണ്ണ പരമാവധി ഉപയോഗിച്ച് സ്വന്തം റിസർവുകൾ ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിക്കുക എന്നതായിരുന്നു അമേരിക്കൻ നയം. എന്നാൽ ഇപ്പോൾ ട്രംപ് അത് മാറ്റി സ്വന്തം രാജ്യത്ത് പരമാവധി ഓയിൽ റിഗുകൾ സ്ഥാപിക്കുകയാണ്. ഇവിടെയാണ് ബിസിനസ് ബുദ്ധി വരുന്നത്. ഗൾഫ് മേഖല അശാന്തമായി തുടരുകയും ഹോർമൂസ് വഴി എണ്ണ വരുന്നത് കുറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആഗോള വിപണിയിൽ എണ്ണ വില കൂടും. ആ സമയത്ത് അമേരിക്കയുടെ കയ്യിലുള്ള സ്വന്തം എണ്ണയും അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വെനിസ്വേലൻ എണ്ണയും വലിയ വിലയ്ക്ക് ലോക വിപണിയിൽ വിറ്റഴിക്കാൻ ട്രംപിന് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം രാജ്യത്തിന്റെ എണ്ണക്കച്ചവടം കൂട്ടാൻ വേണ്ടി ഗൾഫ് മേഖലയെയും ഹോർമൂസിനെയും നിരന്തരം പ്രശ്നങ്ങളിൽ നിർത്തുക എന്നൊരു ഗൂഢമായ അജണ്ട ട്രംപിന്റെ മനസ്സിലുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. അടുത്ത ഒരു 20-30 വർഷത്തിനുള്ളിൽ ലോകം ഹൈഡ്രജൻ, സോളാർ തുടങ്ങിയ പുനരുപയോഗ ഊർജത്തിലേക്ക് മാറുമായിരിക്കും. അപ്പോൾ ഒരുപക്ഷെ എണ്ണയുടെയും ഹോർമൂസിന്റെയും പ്രസക്തി കുറഞ്ഞേക്കാം. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഹോർമൂസ് ലോകത്തിന്റെ നെഞ്ചിടിപ്പ് തന്നെയാണ്. ഈ 60 ദിവസത്തെ സമാധാന കരാർ കഴിഞ്ഞാലും ഹോർമൂസ് കടലിടുക്ക് ഒരു ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകുമെന്ന് കരുതാൻ വയ്യ. ലോക സമ്പദ് വ്യവസ്ഥയെ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാന തർക്കവിഷയമായി ഹോർമൂസ് ഇനിയും തുടരാൻ തന്നെയാണ് സാധ്യത. ഇറാന്റെ ആധിപത്യം തകർക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമോ? അതോ ട്രംപിന്റെ കച്ചവട കണ്ണുകൾ വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് ലൈവായി തന്നെ കണ്ടറിയാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അമേരിക്കയ്ക്ക് ഇവിടെ വന്ന് ടോൾ പിരിക്കാൻ അവകാശമുണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.